ഫാത്തിമയെക്കുറിച്ച് സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്. നമസ്കാരം. അപ്പോൾ നമ്മുടെ ദിയ ഫാത്തിമ മോളെ കുറിച്ചിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ജുനൈദിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പല പ്രധാന വിഷയങ്ങളെക്കുറിച്ചിട്ടും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സമയമെടുത്ത് വളരെ വ്യക്തതയോടെ തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചു. അതിനെ ഞാൻ പ്രത്യേകിച്ചും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഒരു കാര്യം പറയുമ്പോഴേക്കും അതിൻ്റെ രീതികളും അതിനായിട്ട് എടുക്കേണ്ട സമയവും എടുത്ത് പറഞ്ഞാലല്ലാതെ കാര്യത്തിന് ഉള്ളടക്കമോ വ്യക്തതയോ ആർക്കും ലഭിക്കാറില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പുറത്ത് പറയാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു നോക്കാം. പിന്നെ സോഷ്യൽ വർക്ക് ഓക്കെ, എനിക്ക് നാടകം കളിക്കുന്ന സ്വഭാവം തീരെയില്ല. പിന്നെ എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് തന്നെ ഇത് നമ്മളെ കൊണ്ട് ഒരാൾക്ക് അതൊരു കുട്ടി ഇൻവോൾവ് ആകും. മറ്റേ പൊഞ്ഞു പോയതോ അല്ലെങ്കിൽ സ്വത്തടിച്ചു മാറ്റിയ കേസൊന്നല്ലല്ലോ, ഒരു കുഞ്ഞു കുട്ടിയല്ലേ. അപ്പോൾ അത് നമുക്ക് മറ്റേ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒന്ന് പൊക്കി ഒരു എന്താ പറയുക, എന്താ പറയുക, ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ പിന്നെ അതന്നെ നമ്മുടെ ഹാപ്പിനെസ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ജുനീദ് നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തത്. നിങ്ങൾ അവിടെ നിന്നും കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ എന്തായിരിക്കും ഇത് എപ്പോഴോ തെളിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അത് ഞാൻ സമ്മതിച്ചിരിക്കും, ഫുൾ സല്യൂട്ട്. അപ്പൊ എന്റെ പോയിന്റ്സ് 1, 2, 3 പുള്ളി പറഞ്ഞാൽ കേട്ടില്ലേ, അത് ഈ രണ്ടുപേർക്കാണ് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയത് എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തത്. ഒന്ന് ദിയ ഫാത്തിമയുടെ ഉമ്മക്ക്, ആ ഉമ്മ 100% സന്തോഷത്തിലാണ് ഇന്ന് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും കുട്ടീനെ എന്താണ് പിടിച്ചു കൊണ്ടുവരാത്തതെന്ന്. അതാണ് പ്രശ്നങ്ങൾ, അത് ഞാൻ പറയാം ആയിട്ടില്ല. അപ്പോൾ ഈ ഓഫീസർ പറഞ്ഞു കേട്ടു നിങ്ങൾ, അദ്ദേഹം എനിക്കൊരു സല്യൂട്ട് വരെ തന്നു ഞാൻ ഈ അന്വേഷിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ. അതെനിക്ക് കിട്ടിയൊരു ഊർജ്ജം. ജുനൈദിൻ്റെ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ? അപ്പോൾ ജുനൈദ് അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഇവിടെ നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരും കാത്തിരുന്ന ഒരു വാർത്തയാണ് ഇത്, കേൾക്കാനായിട്ട് കൊതിച്ച ഒരു വാർത്തയാണ് ജുനൈദ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അനന്തര നടപടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക എന്നാണ് ഈ വീഡിയോയിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത തന്നെ കേട്ടതും ദിയ ഫാത്തിമ മോളുടെ ഉമ്മയ്ക്ക് അങ്ങനെ വളരെയധികം നമ്മൾക്ക് തന്നെ പറയാൻ പറ്റാത്ത അത്ര അളവിനായിരിക്കും ആ ഉമ്മയ്ക്ക് മനസ്സിൽ ഉള്ള സന്തോഷം. അത് ജുനൈദിനെ പോലെ കാര്യപ്രാപ്തിയുള്ള ദൈവദൂതന്മാരെ പോലെ ആ ഉമ്മയും ബാപ്പയും ഒക്കെ സഹായിക്കാൻ വന്ന വ്യക്തിയാണ്. നമ്മുടെ രാജ്യത്തിൽ എന്നും ദിവസം തോറും ധാരാളം കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്നതായിട്ടാണ് കണക്ക്. അത് അനുഭവിക്കാൻ നിർഭാഗ്യവശാൽ ഇടയായ മാതാപിതാക്കൾക്ക് അതിൻ്റെ വേദന അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് വന്നിട്ട് ഡൽഹിയിൽ നിന്നും തട്ടിക്കൊണ്ട് പോയ ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ഡൽഹിയിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ്. 3 വയസ്സുള്ളപ്പോൾ വടക്കൻ ഡൽഹിയിലെ ലഹോറി ഗേറ്റ് എന്ന സ്ഥലത്ത് നിന്നും ഒരു കുഞ്ഞിനെ കാണാതായി. 6 വർഷങ്ങൾക്ക് ശേഷം പോലീസ് ക്രൈം ബ്രാഞ്ച് ഈ കുഞ്ഞിനെ പഞ്ചാബിൽ നിന്നും കണ്ടെത്തി കുടുംബവുമായിട്ട് വീണ്ടും ഒന്നിപ്പിച്ചതായിട്ട് പോലീസ് പറഞ്ഞിട്ടുണ്ട്. കാണാതായ കുട്ടി വന്നിട്ട് പഞ്ചാബിലെ കപൂർത്തല എന്ന സ്ഥലത്തിൽ ഹുസൈൻപൂരിൽ ഒരു കുടുംബത്തോടൊപ്പം താമസിക്കുന്നതായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു. ഈ കുഞ്ഞിൻ്റെ പിതാവും പോലീസ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പ് ഈ കുഞ്ഞിനെ ദത്തെടുത്ത ഒരു കുടുംബത്തോടൊപ്പമാണ് കുഞ്ഞ് താമസിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തിയതായിട്ട് ജോയിൻറ്റ് പോലീസ് കമ്മീഷണർ ക്രൈം ബ്രാഞ്ച് അലോക് കുമാർ പറഞ്ഞു. അച്ഛൻ വന്ന് കുഞ്ഞിൻ്റെ നെറ്റിയിലെ പാടും മുഖഭാവവും അടയാളങ്ങളും ഒക്കെ വെച്ചിട്ടാണ് കുഞ്ഞിനെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ ധാരാളം കേസുകൾ പോലീസ് പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ തെളിയിച്ചിട്ട് കുഞ്ഞിനെ തിരിച്ച് വീട്ടുകാർക്ക് മടക്കി കൊടുത്തതായിട്ടുള്ള ധാരാളം കഥകളുണ്ട്. ജുനൈദിൻ്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ കൂടി ഇവിടെ ഷെയർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓരോ കാര്യങ്ങളോടും എനിക്കൊരു സന്തോഷമാണ്. അവർ സമയം കണ്ടെത്തുന്നത് നമ്മൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് വലിയൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അത് പടച്ചാന്റെ ഭാഗത്തു നിന്നും അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ദിയ ഫാത്തിമയുടെ കേസിനെ കുറിച്ച് പറയാനുള്ളത്, ഞങ്ങൾ ഏകദേശം അന്വേഷണം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരാണ് പ്രതിയെന്നും എങ്ങനെയാണ് കൊണ്ടുപോയതെന്നും ഏകദേശം ഒരു ധാരണയുണ്ട്. ഏകദേശ ധാരണയല്ല, ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുൻപ് ചെറിയൊരു സൂചന പോലീസിന് കൊടുത്തിട്ടും പോലീസ് അത് അവഗണിക്കുകയാണ് ചെയ്തത്. വീണ്ടും നമ്മൾ ഇത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ട് പോലീസിന്റെ അടുത്ത് പോയിട്ട് പോലീസ് ഒന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി அவரை கண்ணொன்னு துறப்பிக்க நோக்கியப்போ அவருக்கு இது ஒன்றும் വലിയ കാര്യമില്ലാത്ത പോലെ തോന്നി. முந்தானியில முச்சு போட்டு பார்த்தேன் அந்த குழந்தை. இந்த பையனே முந்தானியில முச்சு போட்டுன்னு பார்த்தேன். இந்த குழந்தை இருக்குது, ஆனா அந்த குழந்தைய காண வேண்டிய. நாங்க 4 மணிக்கு எங்க வீட்டுக்காரர் ஏந்தாருமா, நெஞ்சு வலி வந்துச்சு அவருக்கு. அடிக்கடிக்கு அவருக்கு நெஞ்சு வலி வரும்.
நாங்கள் 4 மணிக்கு எங்கள் வீட்டுக்காரர் ஏந்து தண்ணி குடிச்சாரு. என்னம்மா இது குழந்தைய காரடி என்ன ஏப்பினாரு. குழந்தைய காண லட்சுமி. நான் சொன்னேன் பெட்ஷீட் அடியில் பூந்துன்னு கிடப்பான்னு. பெட்ஷீட்டு எல்லாமே எடுத்து பார்த்து எங்கள் அக்காலாம் போய் கடை எல்லாம் கடை இல்லைன்ட்டாங்க. செய்யாரை சேர்ந்த ஜலாவுதீன் என்ற 2.5 வயது சிறுவன் காணாமல் போனது தொடர்பாக அவனது தந்தை அஸ்வத் அகமத் வழக்கு தொடர்ந்திருந்தார். இந்த வழக்குகளின் ஒவ்வொரு விசாரணையின் போதும் നീതിമന്ത്രം അടുക്കടുക്കാണ് കേൾവികളെ എഴുപ്പി വരുகிறது. നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ, ഇത് നടന്നത് ചെന്നൈയുടെ അടുത്തുള്ള ചെയ്യാർ എന്ന ഗ്രാമപ്രദേശത്തിലെ ഒരു അമ്മയുടെ അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എത്രമാത്രം മനസ്സ് തകർന്ന അവസ്ഥയിലാണ് അവർ ഉള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാം. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ലക്ഷ്മി എന്ന് പേരുള്ള അമ്മയുടെ 2.5 വയസ്സ് കുഞ്ഞ്, ആ കുഞ്ഞ് വന്നിട്ട് മാതാപിതാക്കളുടെ കൂടെയാണ് രാത്രി ഉറങ്ങാൻ കിടന്നത്. അപ്പോൾ ഈ അച്ഛന് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു നെഞ്ചുവേദന വരും. അപ്പോൾ ഒരു നെഞ്ചുവേദനയെ തുടർന്ന് രാവിലെ 4 മണിക്ക് പെട്ടെന്ന് ഉണർന്ന് എണീറ്റ് അച്ഛൻ നോക്കിയപ്പോഴേക്കും ആ കൊച്ചുകുഞ്ഞിനെ കാണാനില്ല. അതൊരു ആൺകുഞ്ഞായിരുന്നു. അപ്പോൾ ഭാര്യയോട് പറഞ്ഞു, അവർ അവിടെയൊക്കെ തേടി നോക്കി, ബെഡിൻ്റെ ഇടയിൽ ഷീറ്റിൻ്റെ ഇടയിലൊക്കെ കാണൂ എന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ നോക്കിയിട്ടും ആ കുഞ്ഞിനെ അവർക്ക് കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ ഇതിന് ശേഷം ആ അമ്മ എന്താണ് ആ അമ്മയ്ക്ക് പറയാനുള്ളത് എന്ന് കേട്ടു നോക്കുക. എണ്ണി കലങ്ങിക്കൊണ്ടിരിക്കും இந்த அம்மாக்களின் கேள்வி இதுதான். போலீஸ்காரங்க கண்டுபிடிச்சி நேரம் தூக்கி அது கொடுத்துருப்பானுங்க. பணக்கார வீட்டு குழந்தையா இருந்தா ஏற்படுக குழந்தையா இருக்க தானே இது இவ்வளோ கேர்லெஸ் ஆகுறாங்க. ആ മാതാവിന് പോലീസുകാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ഇവിടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. അതായത് പണക്കാരുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലീസ് ഉടൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമായിരുന്നു. പക്ഷേ ഇത് ഒരു പാവപ്പെട്ട അച്ഛൻ്റെ അമ്മയുടെയും കുഞ്ഞായി പോയത് കൊണ്ടല്ലേ ഇത്രയും കെയർലെസ് ആയിട്ട് പോലീസ് വന്നിട്ട് ഇത് അന്വേഷിക്കാനായിട്ട് യാതൊരു താല്പര്യവും കാണിക്കാത്തതെന്നാണ് ആ അമ്മയുടെ ചോദ്യം. അപ്പോൾ ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പോലീസിൻ്റെ അനാസ്ഥയെ തുടർന്നിട്ട് കുഞ്ഞുങ്ങളെ കിട്ടാനായിട്ട് വളരെയധികം താമസിക്കുകയും വളരെ ബുദ്ധിമുട്ട് മാതാപിതാക്കൾ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങളും ആ സംഘർഷങ്ങളും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇതുപോലെ ധാരാളം സംഭവങ്ങൾ എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് പിന്നെയും പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ മാതാപിതാക്കൾ പ്രത്യേകം വളരെയധികം ആ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. കാരണം കാലം പോകുന്തോറും ഈ ഒരു പ്രവണത കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയും തന്നെ ഈ ആദ്യം പറഞ്ഞ കുറേ കേസുകളിലെ കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടിയതുപോലെ തന്നെ ദിയ ഫാത്തിമയും കിട്ടി എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് ജുനൈദിൻ്റെ വീഡിയോയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയെങ്കിലും ആ മോളെ ഉമ്മയുടെ അടുക്കൽ എത്തിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. സ്വന്തം ജീവിതത്തിൽ പോലും പല റിസ്ക്കും എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടും സ്വന്തം പേരിൽ കേസൊക്കെ വന്നിട്ട് പോലും ആ പ്രവൃത്തിയിൽ അദ്ദേഹം യാതൊരു തടസ്സമോ വിഘ്നമോ അതൊന്നും ഒരു പ്രശ്നമോ വന്നെങ്കിൽ പോലും അതൊന്നും കൂട്ടാക്കാതെ തന്നെ ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോൾ എന്തായാലും ആ കുഞ്ഞിനെ എത്രയും വേഗം ഉമ്മാൻ്റെ കൈകളിൽ എത്തിക്കാനായിട്ട് സാധിക്കട്ടെ. അതിനിടയ്ക്ക് പല മോശപ്പെട്ട കമൻറ്റുകളും പല പ്രശ്നങ്ങളും അദ്ദേഹം ഈ മാനസികാവസ്ഥയിൽ ഇതിനിടയ്ക്ക് നേരിട്ട് വളരെയധികം വിഷമത്തോടു കൂടി അദ്ദേഹം ഷെയർ ചെയ്ത വീഡിയോസൊക്കെ കാണാനായിട്ട് ഇടയായി. അപ്പോൾ ഒരു സൽപ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് കൂടിയ പക്ഷം ഒരു സപ്പോർട്ടെങ്കിലും ചെയ്യാനായിട്ട് പുറത്തു നിന്നുള്ളവർ ശ്രമിക്കുക. കാരണം അത്രയെങ്കിലും ഒരു മനസാക്ഷിക്ക് അനുസൃതമായിട്ടുള്ളൊരു പ്രവൃത്തി കൂടുതലൊന്നും അദ്ദേഹത്തിനെ പോലെ ആർക്കും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിനെ കഴിയുന്നതും സപ്പോർട്ട് ചെയ്യുക, ഡീമോട്ടിവേറ്റ് ചെയ്യാതെ ഇരിക്കുക. എല്ലാവരും ചെയ്യേണ്ടത് ആ മോളെ എത്രയും വേഗം തിരിച്ചു കിട്ടണേ എന്ന് ദുആ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മോളെ വേഗം കണ്ടുകിട്ടാൻ സാധിക്കട്ടെ, ആ ഉമ്മയുടെ കൈകളിൽ ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.